എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഞാൻ ഒരു മുഖവരിയില്ലാതെ ഒരു ഇൻട്രോ ഇല്ലാതെ ഞാൻ കാര്യം പറയാം. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവണം. പ്രത്യേകിച്ച് എന്താണെന്നറിയോ, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് വീഡിയോ നമ്മളെ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ മെമ്മറി പോകണം. ഒരു വീഡിയോക്ക് 500 MB അല്ലെങ്കിൽ 1 GB 2 GB ഒക്കെയാണ് ഓരോ വീഡിയോയിലും പോകുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമാണ്, ചെറിയൊരു പരിഹാരം. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഇപ്പോൾ ഒരുവിധം ആരും ചെയ്യാത്തൊരു സംഭവം കൂടിയാണ്. ഞാൻ പോലും ചെയ്തിട്ടില്ല. ഞാൻ മറ്റേ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ദിൽഷാദിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും ആ ഐഡിയ കിട്ടിയത്. അല്ലാതെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ചെയ്യാറാന്നുള്ളത്. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ എടുക്കുന്ന വീഡിയോസ് മുഴുവനും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഡൗൺലോഡ് അല്ല കേട്ടോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ആ വീഡിയോ നമുക്ക് പബ്ലിക് ആക്കിയിട്ടുണ്ടോ, ഇപ്പോൾ നമ്മൾ ഫാമിലി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും ഫാമിലി വീഡിയോ ഒന്നും എല്ലാവരും യൂട്യൂബിൽ പബ്ലിക് ആക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹിക്കില്ല. അപ്പോൾ അല്ലാത്തൊരു മറ്റേ പ്രൈവറ്റാക്കി വയ്ക്കുകയും ചെയ്യുക. ഇനി അതല്ല, നമ്മൾ യാത്രകളൊക്കെ പോകില്ല, വല്ല എവിടെയെങ്കിലും ഇപ്പോൾ ടൂർ പോകുമ്പോൾ പിടിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് കാണുന്ന വീഡിയോ, അതൊക്കെ നമുക്ക് പബ്ലിക്കാക്കി ഇടുകയും ചെയ്യാം. അങ്ങനത്തെ നമുക്ക് പബ്ലിക്കാക്കി ഇടാൻ പറ്റിയ വീഡിയോസൊക്കെ പബ്ലിക്കാക്കിയിടാം, അല്ലാത്ത എല്ലാം പ്രൈവറ്റാക്കി വെക്കാം. അപ്പോൾ ഈ പബ്ലിക്കാക്കിയിട്ടുമ്പോൾ വേറൊരു കാര്യം കൊണ്ടുണ്ട്. പബ്ലിക്കാക്കിയിട്ട് അതിന് വ്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. നമുക്കത് നല്ല രീതിയിലുള്ള വീഡിയോസ് വീണ്ടും ചെയ്യാം. അപ്പോൾ അന്ന് ദിൽഷാദ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ദിൽഷാദ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതിന് വേണ്ടിയല്ല, വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ചാനൽ തുടങ്ങിയത്. പിന്നീട് അതിന് വ്യൂ വന്നപ്പോൾ യൂട്യൂബിന് വേണ്ടി വീഡിയോസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമായിട്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക. അതിലേക്ക് നമ്മുടെ ഫോണിലെ മെമ്മറിയിലുള്ള എല്ലാ വീഡിയോസും അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുക. നമുക്ക് ഇനി ഫോൺ മാറിയാലും നമ്മുടെ വീഡിയോസ് അതിൻ്റെ അകത്ത് കിടന്നോളും. ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫോൺ കംപ്ലൈൻ്റ് ആയാലും മെമ്മറി കാർഡ് കംപ്ലൈൻ്റ് ആയാലും ഇതൊക്കെ ഒന്നും നഷ്ടപ്പെടുക. നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. കാരണം ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് ആക്റ്റീവ് അല്ലാത്ത ചാനലൊക്കെ യൂട്യൂബ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാം. നമുക്ക് പ്രൈവറ്റ് ആക്കിയിട്ടേയും ചെയ്യാം, അല്ലാത്ത പബ്ലിക് ആക്കിയിട്ടേയും ചെയ്യാം. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ. ഇത്രേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.